റീസെന്റ് ആയിട്ട് പോയ ഒരു മൈസൂർ ട്രിപ്പിൽ എന്തൊക്കെ കഴിച്ചെന്ന് നോക്കാവേ. ഫസ്റ്റ് ഒരു ആഫ്റ്റർനൂൺ ടൈമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തത്. അതിനുശേഷം നമ്മളൊരു ദൊണ്ണെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശേഷം ഈവനിങ് ടൈമിൽ നമ്മൾ സെന്റ് ഫിലോമിനാസ് കത്തീഡ്രലും അതേപോലെ ചാമുണ്ടി ഹിൽസും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ പോയത് രാജു മോമോസിലേക്കാണ്. മൈസൂരിലെ ഒരു ഫേമസ് ഫുഡ് സ്പോട്ട് ആണ് ഇത്. അവിടെ നിന്ന് ആദ്യം ഒരു പ്ലേറ്റ് സ്റ്റീംഡ് മൊമോസും ഒരു പ്ലേറ്റ് ഫ്രൈഡ് മൊമോസും കഴിച്ചു. കൂടെ തന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ നൂഡിൽസും ഹണി ഗ്ലേസ്ഡ് ചിക്കനും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഫുഡ്. സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇപ്പോൾ മസാല ദോശയും അതിന്റെ കൂടെ മിൻചട്നി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. കൂടെ ഒരു വെർമിസലെ ഖീറും കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റി ഫുഡ് ആയിരുന്നു ഇത്. അടിപൊളി ആന്ധ്ര ഫുഡ് കിട്ടുന്ന നന്ദിനി ഡീലക്സ് ആണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. ആദ്യം തന്നെ ഒരു ആന്ധ്ര മീലാണ് ഓർഡർ ചെയ്തത്. റൈസും റൊട്ടിയും കുറച്ച് കറികളും പിന്നെ അവരുടെ സ്പെഷ്യൽ പപ്പു കറി ആയിരുന്നു ഇതിന്റെ സ്പെഷ്യാലിറ്റി. അതിനുശേഷം ആന്ധ്ര ഗീ റൈസും അവരുടെ സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു കഴിച്ചിട്ടുള്ളത്. ശരിക്കും അടിപൊളി സ്പൈസി ആൻഡ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫുഡ് ആയിരുന്നേ. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ലഞ്ച് നല്ല ഹെവി ആയിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നർ ഒരു സിമ്പിൾ മൈസൂർ മസാല ദോശയാണ് കഴിച്ചത്. തേർഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയും ചന്ന മസാലയും കുറച്ച് ചെറുപയർ വേവിച്ചതുമായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കൂടെ നമ്മൾ ബ്രെഡും ജാമും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചായ കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലഞ്ച് ഒരു നോർമൽ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ ട്രെയിനിൽ വെച്ചാണ് കഴിച്ചത്. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മൈസൂർ ട്രിപ്പിൽ കഴിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്